ഹായ് ഓൾ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. കഥ നടക്കുന്ന അങ്ങ് കൊച്ചിയിലാണ്. പണ്ട് പണ്ട് പണ്ടൊരിക്കൽ കൊച്ചിയിൽ എന്ത് സംഭവിച്ചു ഇതറിയാൻ വേണ്ടിയിട്ടാണ് 140 രൂപ ടിക്കറ്റ് എടുത്ത് 100 രൂപയുടെ എണ്ണ അടിച്ച് അവിടെ നിന്ന് 10 രൂപയ്ക്ക് തിന്നാനും വല്ലതും മേടിച്ച് നമ്മൾ ഈ പടത്തിന് പോയിട്ടുള്ളത്, തിയേറ്ററിലേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ കൊച്ചിയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ്, തിരക്കഥ എഴുതി സംഭാഷണം എഴുതി പറഞ്ഞു തരുന്ന ആളാണ് റാഫി, ദ വൺ ആൻഡ് ഓൺലി ലെജൻഡ് റാഫി. ഇത് ഇവരോട് പറഞ്ഞാൽ പോരാ, കാണിക്കണമെന്ന് വാശി പിടിച്ച് നമ്മളിത് കാണിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ആളാണ് നാദിർ ഷാ. അങ്ങനെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ജോണി ആന്റണി, പിന്നെ നായികയായിട്ട് വന്നിരിക്കുന്ന ആ കുട്ടി, പിന്നെ അർജുന അശോകൻ, ഇങ്ങനെ കുറേ കാസ്റ്റ് ഉണ്ട്. റാഫി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, റിയാസ് ഖാൻ ഉണ്ട്. അങ്ങനെ കൊച്ചിയിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. പടം എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. ഈ സിനിമ, ഏത് സിനിമയാവട്ടെ, അത് എടുക്കുന്ന സംവിധായകനാണെങ്കിലും അതിൻ്റെ എഴുത്തുകാരാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഒക്കെ അവരുടെ കഷ്ടപ്പാട്, സമയം, ഒരുപാട് സമയം അവർ എടുത്തിട്ടുണ്ടാവും. പണം, തീർച്ചയായിട്ടും പണം, പിന്നെ പ്രതീക്ഷ, ഇതൊക്കെ ഒരുപാട് ഉണ്ടാവും. അതിനെ നമ്മൾ മാനിക്കുന്നു. അവരുടെ കഷ്ടപ്പാടിനെയും അവരുടെ ആ ഒരു വർക്കിനെയൊക്കെ നമ്മൾ എന്താ പറയുക, അംഗീകരിക്കുന്നു. ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഒരു ബോധം, ഈ കഷ്ടപ്പാടുണ്ട്, അവരുടെ പണം ചെലവുണ്ട്, അവർക്ക് പ്രതീക്ഷയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഈ ബോധം ഉണ്ടല്ലോ, ആ ബോധം കാണുന്ന പ്രേക്ഷകന് മാത്രം ഉണ്ടായാൽ പോരാ. എന്ത് തേങ്ങ തന്നാലും കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വമൊന്നും പ്രേക്ഷകനില്ല. അപ്പം ഈ ഒരു ബോധം, ഞങ്ങളത് കഷ്ടപ്പെട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഞങ്ങൾക്ക് കുറേ സമയം ചിലവായിട്ടുണ്ട്, ഞങ്ങൾക്ക് കുറേ പണം ചിലവായിട്ടുണ്ട് എന്നൊക്കെയുള്ള ബോധം ഈ ഉണ്ടാക്കുന്ന ആളുകൾക്കും വേണം. അൺഫോർച്ചുനേറ്റ്ലി അവർക്കതില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. ഇമാതിരി ഊളപ്പടം എൻ്റെ ലൈഫിൽ വളരെ ചുരുക്കം സിനിമകളിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് കണ്ട പടം മലയാളം ജയിലറായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇനിയും ഒരു വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് പോയതാണ്. ഇതിലിപ്പോൾ ഇത്രയും വലിയ നടന്മാരും അർജുന അശോകനും നാദിർ ഷായുടെ സിനിമ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രതീക്ഷയിൽ പോയതാണ്. പക്ഷെ ഇതിലൊരു മാങ്ങാത്തൊലിയുമില്ല എന്നുള്ളതാണ് സത്യം. പറയുന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ 2-2.5 മണിക്കൂർ കൊച്ചിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി പോയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു. കോമഡികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ കുറേ കോമഡികൾ ഇവർ എന്തൊക്കെയോ ചെയ്തു. ഒരൊറ്റൊരെണ്ണം വർക്കായിട്ടില്ല. ഒന്ന് ആത്മാർത്ഥമല്ല, ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചിരിക്കാവുന്നുണ്ട്, അതുപോലും ഇല്ല. പിന്നെ ആകെ ഉണ്ടെന്ന സമാധാനം, നമുക്ക് താല്പര്യമില്ല ഉള്ള ഒരു 4-5 പേർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊരു മലങ്കൾട്ട് സിനിമ കാണുന്ന ഒരു ഫീലില്, നമ്മുടെ അശ്വന്ത് ഗോഗ് പറയുന്ന പോലെ ആ ഒരു ഫീലിൽ ഇരുന്നങ്ങ് കണ്ടു തീർത്തു. അതാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ കോമഡി, ഞാൻ പറഞ്ഞല്ലോ, കോമഡി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ചളി എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ബഹുമാനം കൊടുക്കുന്ന പോലെ ഇപ്പോൾ. അതിനും മോശം വല്ല വാക്കുണ്ടെങ്കിൽ ചില വാക്കുകളൊക്കെ വരുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അത്രയും നിലവാരമില്ലാത്ത കോമഡികൾ, നിലവാരമില്ലാത്ത മേക്കിംഗ്. പിന്നെ പറയുന്നതിൻ്റെ ഡയലോഗ് എഴുതിയിട്ടുള്ളത് റാഫി. ഇതിൻ്റെ ഡയലോഗ്സ് ഒക്കെ, സംഭാഷണങ്ങളൊക്കെ എന്തൊരു ഊള പരിപാടി കാണിച്ചിരിക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാണ്ട് പോലീസുകാരൊക്കെ പറയുന്ന വർത്തനായി കേട്ട് നമുക്ക് ആകെ ഇവരൊക്കെ പോലീസ് തന്നെയാണെന്ന് തോന്നും. അത് അത്രയും ഹൈ റേഞ്ചിലിരിക്കുന്ന പോലീസുകാരൊക്കെ ഓരോ ഡയലോഗ് പറയുന്ന കേട്ട് കഴിഞ്ഞാൽ, അപ്പം ഡയലോഗൊക്കെ വളരെ മോശമാണ്, ഡയലോഗ് ഡെലിവറി വളരെ മോശമാണ്. ശരിക്കും ഒരു സ്കിറ്റ് എഴുതിയിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ഏഷ്യാനെറ്റിലോ വോഡഫോൺ കോമഡിയിലൊക്കെ പണ്ട് വരുന്ന തരത്തിലുള്ള കുറച്ച് ഏതോ സ്കിറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി, അത് 2.5 മണിക്കൂർ ഒരു സിനിമയാക്കി എടുത്ത് വെച്ചേക്കുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. അതായത് ഇതിലൊരു ഒന്നുമില്ല, പറയാൻ എന്തെങ്കിലും വേണ്ട. സ്ക്രിപ്റ്റ് ഒരു കണക്ഷനും ഇല്ലാത്ത, ഒരു ലോജിക്കും ഇല്ലാത്ത, ഫുൾ അബദ്ധം സംഭവിച്ചിരിക്കുന്ന, ലോകമണ്ടത്രം കാണിച്ചു വെച്ചേക്കുന്ന ഒരു സ്ക്രിപ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുമ്പോൾ പല ആൾക്കാർക്കും പലതും തോന്നുന്നുണ്ട്. നിങ്ങൾ പോയി കണ്ടു നോക്കുക, അല്ലാണ്ട് എനിക്കൊന്നും പറയല്ല. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇനി ഈ സിനിമയെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ വേണമെന്നുണ്ടെങ്കിൽ ഒരു സീൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത് നായിക വളരെ വിഷമിച്ച്, വളരെ ബുദ്ധിമുട്ടി, ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് കരഞ്ഞും കൊണ്ട് നടന്നു പോവുകയാണ്. നായിക നടന്നു പോയപ്പോൾ മറവിൽ നിന്നും മെല്ലെ മുന്നോട്ട് വരുന്ന വില്ലൻ. നായിക കരഞ്ഞുകൊണ്ട് മുന്നിൽ പോകുന്നു, വില്ലൻ ചിരിച്ചും കൊണ്ട് പിറകെ വരുന്നു. നായിക കരഞ്ഞുകൊണ്ട് മുന്നിൽ പോകുന്നു, വില്ലൻ ചിരിച്ചും കൊണ്ട് പിറകെ വരുന്നു. നായിക കരയുന്നു, വില്ലൻ ചിരിക്കുന്നു. വില്ലൻ ചിരിക്കുന്നു, നായിക കരയുന്നു. ഹോ, ഇമ്മാതിരി സംഭവമാണ് ഇതിൽ മുഴുനീളമായിട്ട് 2.5 മണിക്കൂർ എഴുതി വെച്ചിട്ടുള്ളത്. സോ പ്രത്യേകിച്ച് വേറെന്താ പറയാനുള്ളത് എനിക്ക് അറിയില്ല. ഇതിൻ്റെ നല്ല വശം പറയണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലൊരു
ഒരു പാട്ടുണ്ട്, 2-3 പാട്ടുണ്ട്. അതിൽ ഒരു പാട്ടുണ്ട്, അതായത് ഒരു കല്യാണത്തിൻ്റെ ഒരു ആംബിയൻസിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു പാട്ട്. അതിൽ പഴയ കാലത്തുള്ള നല്ല ഹിറ്റായിരുന്ന കുറേ മാപ്പിളപ്പാട്ടുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ല രസമുണ്ടായിരുന്നു. അതും പഴയതായതുകൊണ്ട് രസമുണ്ട്. പുതിയത് അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയേനെ. പിന്നെ ഹെഷാമാണ് ചെയ്തിട്ടുള്ളത് തോന്നുന്നു. ഇതിലെ ഏറ്റവും വലിയ ധൈര്യം നാദൃശ ആ പാട്ടിൽ വരുന്നുണ്ട്. ഭയങ്കരം തന്നെ ധൈര്യം സമ്മതിച്ചേ പറ്റൂ. ഇത്രയും ധൈര്യം അല്ലേ ചാൾസ് ശോഭരാജിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയില്ലേ, അത്തരത്തിലൊരു ധൈര്യം കൂടി പുള്ളി കാണിച്ചു. ഇത്രയും കാണിച്ചു വെച്ചിട്ട് ഒരു പ്രശ്നമില്ലാണ്ട് ധൈര്യമായിട്ട് ആ പാട്ടിലും വന്ന് അപ്പിയറൻസ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു അഭിപ്രായം. സോ ആരെങ്കിലുമൊക്കെ സിനിമ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ഓൾ ദി ബെസ്റ്റ്. നമോ ഭാഗം.